ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് സമ്മർ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു മലയാളം മൂവിയാണ്. കുറച്ച് ദിവസം മുമ്പ് കണ്ടതാണ്. അപ്പോൾ സമയത്തിറക്കും മൂലം റിവ്യൂ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നു ഫ്ലാസ്ക് എന്ന ചിത്രത്തിൻ്റെ പേര്. രാഹുൽ റജി നായരാണ് ചിത്രം ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ ഡയറക്ഷനും തിരക്കഥയും രചിച്ചിട്ടുള്ളത്. കാശി നോക്കി കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിരം പട്ടിണി സ്റ്റാർ ആയിട്ടുള്ള നമ്മുടെ സജി കുറുപ്പാണ്. തീർച്ചയായിട്ടും പട്ടിണിയും പരിപാടിയൊക്കെ മാറ്റിയിട്ട് ഇത് കുറച്ചുകൂടി മെച്ചപ്പെട്ടുള്ള ഒരു പോലീസ് കോൺസ്റ്റബിൾ റോളിലാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അതുപോലെ സുരേഷ് കൃഷ്ണ, അതുപോലെ തന്നെ അശ്വതി തുടങ്ങിയ പ്രധാനപ്പെട്ട കാസ്റ്റിംഗ് വരുന്നുണ്ട്. നമുക്ക് പരിചയമുള്ള ഒരുപാട് മുഖങ്ങളും അതുപോലെ തന്നെ വളരെ കുറഞ്ഞ കാസ്റ്റിംഗ് മാത്രമാണ് ഫ്ലാസ്ക് എന്ന് പറയുന്ന ചിത്രത്തിൽ വന്നിട്ടുള്ളത്. ഫ്ലാസ്കിൻ്റെ കണ്ടൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നാട്ടിൻപുറത്തെ ഒരു പോലീസുകാരനാണ്. ഒട്ടും താല്പര്യമില്ലാതെ അധികം പോലീസും അതേപോലെ തന്നെ ഗായകനാവണമെന്ന് സ്വപ്നമായിട്ട് നടക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോലീസ് ഡ്യൂട്ടിക്കിടയിൽ അദ്ദേഹം പാട്ടൊക്കെ പാടുന്നു, ഭയങ്കര ചർച്ച വിഷയമാവുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ഡ്യൂട്ടിക്കിടയിൽ എന്താ പറയുക, പാട്ടും കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടാണ് സ്റ്റാർട്ടിങ് തന്നെ ആരംഭിക്കുന്നത്. അപ്പോൾ ഒരുപാട് പരിഹാസങ്ങളുണ്ട്. പോലീസിനോട്ടും ചേരാൻ കഴിയാത്തവനാണ് എന്നൊക്കെ തോന്നുന്ന തരത്തിലാണ് അദ്ദേഹത്തെ ഒരുപാട് പേർ പരിഹസിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് യാദൃശ്യമായിട്ട് സുരേഷ് കൃഷ്ണ അവതരിപ്പിക്കുന്ന വക്കീലിൻ്റെ അടുത്ത് ജഡ്ജിൻ്റെ അടുത്ത് എത്തിപ്പെടുന്നതും പിന്നെ അവർ തമ്മിലുള്ള ഒരു എന്താ പറയുക ഒരു ആത്മബന്ധത്തിൻ്റെ കഥയാണ് മുന്നോട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നതിന് മുമ്പ് നമ്മുടെ കാർത്തികയെ പോലെ തന്നെ അരവിന്ദ് സ്വാമി കൂട്ടുകളിൽ വന്നൊരു തമിഴ് ചിത്രം ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതേപോലെ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു തരത്തിലാണ്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ ആംഗിൾ. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ രണ്ട് കഥാപാത്രങ്ങൾ പിന്നെ എങ്ങനെ ആത്മസുഹൃത്തുക്കളായെന്നൊക്കെ പറയുന്നതാണ്. ഇതിൽ ഏറ്റവും വലിയ ഡിഫറൻ്റ് ആയി നോക്കിക്കഴിഞ്ഞാൽ ഇതിലും എന്താ പറയുക കഥാപാത്രത്തിനൊരു ബൗണ്ടിങ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തോട്ട് ആരും സഞ്ചരിക്കുന്നതല്ലാണ് ഏറ്റവും മുന്നോട്ട് പോയിട്ട് പറയാനുള്ളത്. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ എന്താ പറയുക ചില ഭാഗത്തൊക്കെ നല്ല രീതിയിൽ കോമഡി വർക്കൗട്ടായി, ചില രീതിയിലൊക്കെ വളരെ രീതിയിൽ തന്നെ തണുത്ത് പോകുന്ന അവസ്ഥയായിരുന്നു ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് മുന്നോട്ട് പോകുന്നത്. ഒരു ട്വിസ്റ്റൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ ഇൻ്റർവെൽ അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷേ യാതൊരു ഇമ്പാക്റ്റോ ഒന്നും തന്നെ ഫസ്റ്റ് ഹാഫ് സൃഷ്ടിച്ചിരുന്നില്ല. നേരെ മറിച്ച് സെക്കൻഡ് ഹാഫിലോട്ട് കിടക്കുമ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി കൊണ്ടുവരാൻ ശ്രമിക്കും നമ്മൾ ചിന്തിച്ചു എങ്കിൽ പോലും അവിടെയും യാതൊരു വിട്ടുവീഴ്ചയുമില്ല. അതുപോലെ സിദ്ധാർത്ഥ് ഭരതൻ വിട്ടുപോയ കഥാപാത്രമാണ്. അത്യാവശ്യം നല്ല കൊള്ളാവുന്ന ഒരു ഡയലോഗും കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട്, കോമഡിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ യാതൊരു കോമഡിയും അത് ട്രാജറായി മാറുന്ന അവസ്ഥ പല ഭാഗത്തുണ്ട്. ഒരു മാവോയിസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സെക്കൻഡ് ഹാഫിൽ നമ്മൾ ട്രെയിലർ കണ്ട പോലെ തന്നെ മാവോയിസ്റ്റ് അറ്റാക്കും പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് സെക്കൻഡ് ഹാഫിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ അത് വലിയ എന്താ പറയുക ഒരു മെച്ചമുണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റിലുമാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ കുറേ കോമഡി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പണ്ട് നമ്മൾ കണ്ട് കേട്ടും വളർന്നിട്ടുള്ള ഒരുപാട് കോമഡി റിപ്പീറ്റ് പോലുള്ളതെന്ന് തോന്നുന്നു ഒക്കെ വിചാരിച്ചിട്ട് ഈ വാട്സപ്പിൽ കാണുന്ന കുറേ കോമഡി ഉണ്ടാവും, ടിൻറ്റുമോ ജോക്സും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനത്തെ കുറേ പരിപാടികൾ പറയുന്നുണ്ട്. പറയാച്ചെങ്കിൽ അത്യാവശ്യം പറയേണ്ടി വരും. കാരണം അതിലൂടെ നമ്മൾ കൂടുതലായി കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ഇതിൽ പ്രധാനമായിട്ടും ഒരു കണ്ടൻറ്റോ കാര്യങ്ങളൊന്നും കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല. അതായത് ഒരു ജഡ്ജി അദ്ദേഹത്തിൻ്റെ ഫ്ലാസ്കായി പിടിക്കുന്നത്, അതാണ് ഫ്ലാസ്കായിട്ട് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു PSO ആയിട്ടാണ് നമ്മുടെ സജി കുറുപ്പ് അവതരിപ്പിക്കുന്ന കഥാപാത്രം. കാരണം വെച്ചാൽ ഇതിലൊരു മണങ്ങനായിട്ടാണ് അദ്ദേഹം വരാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായ കുറച്ച് ആ കഥാപാത്രം അങ്ങനെയാണ്. കാരണം എല്ലായിടത്തും പരിഹാസങ്ങൾ ഏറ്റുവാങ്ങുന്നു, അവസരം വലിയൊരു ധീരനാണെന്ന് തോന്നിക്കുന്നു. അതൊക്കെയാണ് ഇതിൻ്റെ എൻഡിങ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇടയ്ക്ക് വരുന്ന 2 പാട്ടുകളുണ്ട്. എനിക്ക് തോന്നുന്നു എക്സ്പെഷ്യലി ഇതിൻ്റെ ക്ലൈമാക്സിൽ വരുന്നൊരു പാട്ടും അതുപോലെ തന്നെ എൻ്റെ സീൻസിൽ വരുന്ന പാട്ടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം എനിക്ക് നല്ല രീതിയിൽ വർക്കൗട്ടായി. അത് കൊള്ളായിരുന്നു കേട്ടോ, യാതൊരു മാറ്റമില്ല. അതും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ടാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എന്തോ പടം ഏകദേശം 1 മണിക്കൂർ 45 മിനിറ്റ് അങ്ങോട്ട് പടം ഉള്ളെങ്കിൽ പോലും എവിടെയും എന്താ പറയുക ഒരു തരി പോലും നമുക്ക് ലാഗടിപ്പിക്കാതെ തോന്നുന്ന തരത്തിൽ അങ്ങനെ മൂവ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ചില ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ ബോറടിപ്പിക്കുന്നത് യാതൊരു സംശയമില്ല. ആ രീതിയിൽ തന്നെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. അതൊക്കെയാണ് ഫ്ലാസ്കിൻ്റെ എന്താ പറയുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചൂടും തണുപ്പും നിൽക്കാതെ പോകുന്ന ഒരു ഫ്ലാസ്കിൻ്റെ അവസ്ഥ തന്നെയാണ് പോകുന്നത്. കാരണം തണുത്ത് ആറിയ ഒരു ഫ്ലാസ്ക്, അതുകൊണ്ടാണ് യാതൊരു ഗുണമില്ലാത്ത പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു കുറച്ചുകൂടി ബെറ്ററാക്കാവുന്ന രീതിയിൽ തന്നെ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ പോലും ബെറ്ററാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ തന്നെ തിരക്കത്തെ കുറച്ചുകൂടി മാറ്റി എഴുതിയാൽ നന്നാവും തോന്നുന്ന നമ്മൾ പല വീട്ടിലും പറയാറുണ്ടെങ്കിൽ പോലും ഇതിനും അതൊരു ഗുണമേന്മയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം പടത്തിൻ്റെ ഒരു ഫ്ലാറ്റാണ് കഥ മുന്നോട്ട് പോകുന്നത്. യാതൊരു തരത്തിലുള്ള ഫെറ്ററോ പരിപാടി കാര്യങ്ങളൊന്നും കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല. ഒരു ചെറിയൊരു തീമാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. 2 വ്യക്തികൾ അല്ല 2 വ്യത്യസ്തമായ ആംഗിൾ താമസിക്കുന്നു. ഇതിൻ്റെ അവസാന ഭാഗത്ത് ഒരു ചിരിയാണ് പടത്തിൻ്റെ ഒരു കണ്ടൻറ്റായി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അത് വർക്കൗട്ടായോ ഇല്ലയെന്ന് കാണുന്ന പ്രേക്ഷകരാണ് തീരുമാനിക്കുക. എനിക്കൊരു ബിലോ എവറേജ് അനുഭവമായിട്ട് മാത്രമാണ് എന്താ പറയുക ഫ്ലാസ്ക് എന്ന് പറയുന്ന മൂവി തോന്നിയിട്ടുള്ളൂ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഫ്ലാസ്ക് എന്ന ചിത്രം കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ ഇന്നത്തെ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് പറയുകയാണെങ്കിൽ ബൈ.